ശ്രീ സജന, ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ലൈംഗിക ആരോപണ പരാതിയിൽ ഹൈക്കമാൻഡിന്റെ ഒക്കെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി പോയിരുന്നു, ഒരു ആവശ്യം പോയിരുന്നു, അപേക്ഷ പോയിരുന്നു താങ്കളുടെയൊക്കെ. ഇന്നിപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ പറയുന്നത് 15 പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയെയും രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ട്. ഈ പരാതികൾ പുറത്തു വരാതിരിക്കാൻ അതിജീവിതകളുടെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. രാഹുലിനെ സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസിൽ തന്നെ പുതുതായി രൂപം കൊണ്ട ഒരു അധോലോക സംഘമാണെന്നാണ്. ഈ ഒരൊറ്റ പരാതി മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുപോലെ പരാതികൾ ഉണ്ടാകുമ്പോൾ അതിനെ മാറ്റിവെക്കാനോ അല്ലെങ്കിൽ അതിനെ മൂടിവെക്കാനോ ഉള്ള ശ്രമം കോൺഗ്രസിൽ തന്നെ ഉണ്ടായി എന്നുള്ള ആരോപണം ശരിയാണോ? ഒരിക്കലുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഉണ്ടായ, എനിക്ക് തോന്നുന്നു 2025 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ 2 ദിവസത്തിന് അതിന് തൊട്ട് 2 ദിവസത്തിന് മുൻപാണ് ഈ ഒരു ഓഡിയോ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നതും അദ്ദേഹത്തിന് മേലുള്ള ആരോപണങ്ങൾ കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ നടന്നതും. പക്ഷെ കോൺഗ്രസ് ഒരു മാതൃകാപരമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരുന്നത്. മറ്റൊരു പാർട്ടിയും ഇതുവരെയും ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ഒരു നേതാക്കളെയും മാറ്റി നിർത്താത്തൊരു സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടിയുടെയും സ്ത്രീപക്ഷ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തകരുടെ വികാരവും മനസ്സിലാക്കിക്കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലൊരു ആരോപണ വിധേയനെ ഉടനെ തന്നെ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലേക്ക് മാറ്റിക്കൊണ്ട് വളരെ മികച്ച ഒരു മാതൃകാപരമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകിയത്. ഞാൻ പരാതിയിൽ നൽകിയിരുന്നത് ഒരിക്കലും പാർട്ടി നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നില്ല. സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് നീക്കണം എന്നാണ് ശ്രീമതി സജന ഈ അപേക്ഷയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നീക്കിയിട്ടുണ്ട്, പിന്നെ മറ്റ് ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ ACCയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം ഇല്ലല്ലോ. ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ നൽകിയ പരാതിയിൽ പറയുന്നത് ജനങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ജനങ്ങൾ ഈ ഒരു നയം ഞങ്ങൾ എടുത്തിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലൊരു പാർട്ടി എടുത്തിരിക്കുന്ന ഈ സസ്പെൻഷനിലാക്കിയ ഈ നടപടി തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ഇത് ഇരട്ടത്താപ്പ് നയമാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ AICC കത്ത് കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് ജനം തെറ്റിദ്ധരിച്ചേക്കാം, അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ എന്തുകൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. പല നേതാക്കളും അവരുടേതായ വ്യക്തിപരമായ നിലപാടുകൾ തുറന്നു പറയുകയാണ്. ഞാൻ എൻ്റെ നിലപാട് തുറന്നു പറഞ്ഞതുപോലെ മാത്രമേ K സുധാകരൻ അദ്ദേഹത്തിന്റെ നിലപാട് തുറന്നു പറഞ്ഞതായി മാധ്യമങ്ങൾ എടുക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഒരു പരാതി അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയിലോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളിലേക്കോ ഒരു തരത്തിലുള്ള പരാതികളും വന്നിട്ടില്ല എന്നാണ് സജന പറയുന്നത്, അല്ലേ? കാരണം മുൻപ് റിനി ഈ ഇത്തരം ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത് ഒരു പിതാവ് ഒരു പുത്രിക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുക അതുപോലെ ഞാൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ്. മറ്റു പലരും AICCക്കും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷിക്കും ഒക്കെ ഇതുപോലെയുള്ള പരാതികൾ അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. അതിനെക്കുറിച്ചൊന്നും ശ്രീമതി സജനയ്ക്ക് അറിയില്ല. ഈ ഒരൊറ്റ കേസേ താങ്കൾക്ക് അറിയൂ, അല്ലേ? ഇപ്പോൾ എൻ്റെ അറിവിലേക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരൊറ്റ പരാതിയുടെ വിഷയം മാത്രമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഒരുപക്ഷെ റിനി ഇതിനു മുൻപ് പറഞ്ഞിരിക്കാം. ഒരിക്കലും റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് പാർട്ടിക്ക് ലഭിച്ചതായി ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് പാർട്ടി ആസ്ഥാനത്തേക്ക് ഒരു പെൺകുട്ടികളുടെ പോലും പരാതി ലഭിച്ചതായി ഇതുവരെ ഒരിടത്തും വന്നിട്ടില്ല. ഒരു സാങ്കേതികമായ കാര്യമാണല്ലോ. അതായത് ഇതുപോലെയുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്, സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ശല്യം ചെയ്യുന്നുണ്ട് എന്നൊക്കെ നേതാക്കൾ അറിഞ്ഞാൽ തന്നെ രാഹുലിനെ തിരുത്താം, ശാസിക്കാം,
മുന്നറിയിപ്പുകൾ കൊടുക്കാം, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായ കാര്യം മാത്രമാണ്. അപ്പോൾ സജന ബി സനിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് മറ്റേതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ എന്തെങ്കിലും സ്വഭാവത്തിലുള്ള പരാതികൾ ഉള്ളതായി അറിയില്ല. ഇല്ല, ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനോട് റിനി വന്ന് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം താങ്കൾ തന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതാണ്. അദ്ദേഹം അതിന് നൽകിയ മറുപടിയും പ്രസക്തമാണ്. ഒരു പരാതി ലഭിച്ചാൽ ഒരു പിതാവ് എങ്ങനെ പെരുമാറാൻ, പിതാവ് എങ്ങനെ ഒരു നടപടി എടുക്കാൻ കഴിയുമോ അതേ തരത്തിൽ അദ്ദേഹം നടപടി സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം കൈക്കൊള്ളേണ്ടുന്ന നടപടി, അതായത് പാർട്ടിയുടെ നടപടി പോലെയാണത്. നടപടി അദ്ദേഹം സ്വീകരിച്ചിരുന്നതായും എനിക്ക് മനസ്സിലാകാത്ത കാര്യം, പാർട്ടി നടപടി എടുത്തു, ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കി, പാർട്ടി സസ്പെൻഡ് ചെയ്തു. അങ്ങനെ രാഹുൽ ഇപ്പോൾ പുറത്തു നിൽക്കുകയാണ്. ഇവിടെ നേതാക്കളൊക്കെ തന്നെ താങ്കൾ പറയുന്നു ആരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി കൈക്കൊള്ളില്ല, ഞങ്ങൾ അതിന് നടപടി എടുത്തിട്ടുണ്ട്. ഇത്ര അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പിന്നെ സജന മറ്റൊരു പരാതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഞാനിത് കുറച്ച് മുൻപ് തന്നെ വ്യക്തമാക്കിയതാണ്. ഞാൻ പരാതി കൊടുത്തിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാലക്കാട് പോലൊരു ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ക്ഷണമോ ഒന്നുമില്ലാതെ തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട് പോലൊരു ജില്ലയിൽ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് പാർട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യും എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയും അദ്ദേഹത്തിനെ അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോപണം നേരിടുന്ന സമയത്ത് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണോ അതോ വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഈ വിഷയത്തിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് അവരുമായി ചർച്ച ചെയ്യണം എന്നാണോ താങ്കൾ ആവശ്യപ്പെട്ടത്? രണ്ടാണല്ലോ. ഇപ്പോൾ രാഹുലിനെ മാറ്റി നിർത്തണം എന്നതല്ല താങ്കൾ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. വനിതാ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇതിലൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ഇതിൽ അതിജീവിതയെ കണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിൽ കണ്ട് ചർച്ച ചെയ്യണമെന്നും താങ്കൾ ആവശ്യപ്പെട്ടു എന്നാണ്. എന്തായിരുന്നു അതിന്റെ ആവശ്യം? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആവശ്യങ്ങളും ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം, ഇതുപോലെ ഒരു ആരോപണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങുന്നു. ഈ ആരോപണം നേരിട്ട ഈ സമയത്ത് ഇത്രയും നാളായിട്ട് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, അതായത് AICCയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ നടപടി എടുത്തു എന്നുള്ളതിൽ ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് ഒരു അന്വേഷണ കമ്മീഷൻ, ദേശീയ വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ആ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരിൽ നിന്നും പരാതിയിൽ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തന്നെ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതുണ്ട് എന്നുള്ളതും ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം. അതായത് സജന, ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകണം. അതിനു മുൻപ്, അതായത് ഇപ്പോഴുണ്ടായിരുന്ന കോൺഗ്രസിന്റെ നടപടിയിൽ സജനയെ പോലെ ഒരു വനിതാ നേതാവിന് അതൃപ്തി ഉള്ളത് കൊണ്ടുകൂടിയാണ്, അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നടപടി ആവശ്യമാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് താങ്കൾ പ്രിയങ്ക ഗാന്ധിയുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയത്, ശരിയല്ലേ? അതൃപ്തിയുണ്ട് എന്നുള്ളതല്ല ഇതിനകത്തെ കാര്യം. ആ വിഷയത്തിൽ കൂടുതലായ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ്. സജന തന്നെ പറഞ്ഞു പാർട്ടി നടപടി എടുത്തിട്ടുണ്ടല്ലോ എന്ന്. സജന തന്നെ പറഞ്ഞു പാർട്ടി മാതൃകാപരമായ നടപടി എടുത്തിട്ടുണ്ടെന്ന് സജന തന്നെ പറഞ്ഞു. പുറത്താക്കി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി മാറ്റി, ഇതൊക്കെ നടപടിയാണ്. പിന്നെ സജന പറയുന്നത് പിന്നെയും സജന നേരിട്ട് കത്തയച്ച് AICCയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ വനിതകളെ അംഗങ്ങളാക്കി വെച്ചൊരു കമ്മീഷനെ വെച്ച് ഈ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിൽ പ്രകടമാകുന്നത് നിലവിലെ സ്ഥിതിഗതികളിലുള്ള അതൃപ്തിയാണല്ലോ, അല്ലാതെ പിന്നെന്താ കാര്യം? എന്നെ ഒന്ന് പറയാനൊന്ന് അനുവദിക്കണം. ഞാൻ ഇതിനകത്തെ അതൃപ്തിയല്ല ചൂണ്ടിക്കാട്ടിയത്. ഈ ഒരു വരാൻ പോകുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും ഈ ഒരു ആരോപണ വിധേയൻ ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തെന്നാൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇതുപോലൊരു ആരോപണ വിധേയനെ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഒരു ചർച്ച പൊതുജനങ്ങൾക്കിടയിൽ വന്നാൽ അത് പാർട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ആ ഒരു വിഷയത്തിൽ കുറച്ച് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ പരാതിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അല്ലാതെ പാർട്ടി നേതൃത്വം എടുത്ത ഒരു നടപടിയിൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതല്ല. ശരി, അങ്ങനെയാണെങ്കിൽ ആ സത്യാവസ്ഥ അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെ നിയമ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു അതിജീവിതയായിട്ടുള്ള ഒരാളുണ്ട്, അവരെ ഇതൊരു ക്രിമിനൽ
കുറ്റകൃത്യം എന്ന നിലയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പോലീസും സംവിധാനങ്ങളും ഒക്കെയാണ് അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട വനിതാ നേതാവ് എന്ന നിലയിൽ താങ്കൾ ആ വഴിക്ക് കൂടി നീങ്ങേണ്ടതായിരുന്നു. അത് ഞാൻ എൻ്റെ അഭിപ്രായമായി പറഞ്ഞതാണ് ശ്രീമതി സജന. താങ്കൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.